ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ്, പോരാത്തതിന് ഈ നോമ്പും. ഈ ഒരു സമയത്ത് കുടിക്കാൻ പറ്റിയ വിശപ്പും ദാഹവും ഒക്കെ മാറുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ഇതെല്ലാം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വറുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 5 രൂപയുടെ ഒരു കവർ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാൽപ്പൊടിക്ക് പകരം നമ്മുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ മിക്സ് ഒഴിച്ചതിന് ശേഷം അതോടൊപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാലിന് 1 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ മതിയാവും. നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടിപ്പോയി ആണെങ്കിൽ ഒരുപാടങ്ങ് തിക്ക് കൺസിസ്റ്റൻസിയിലായിപ്പോവും. അപ്പോൾ അത് കഴിക്കാൻ അത്ര രസം ഉണ്ടാകത്തില്ല, കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതിലേക്ക് 1 സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ ഇതിന് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ചെറുതായി കുറുകി സേമിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം സബ്ജ സീഡ് നമ്മൾ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അനാറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആപ്പിൾ, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏത് ഫ്രൂട്ട്സ് ചേർത്താലും നല്ല പഴുത്ത ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുന്തിരി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും ബദാമും കൂടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു തണുപ്പുണ്ടാകണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയത്തുള്ളൂ. ഇനി അധികം തണുപ്പ് പറ്റാത്തവർക്ക് തണുപ്പ് കുറച്ചിട്ട് വേണേലും കഴിക്കാം. വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഐസ്ക്രീം കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.